ചില വ്യക്തികളെടുക്കുന്ന നിലപാടുകളും സമീപനങ്ങളും പാർട്ടിയെ ബാധിക്കുമെന്ന് മുൻ ദേവികുളം MLA എസ് രാജേന്ദ്രൻ. ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് എസ് രാജേന്ദ്രന്റെ പ്രതികരണം. പ്രതികൂല സാഹചര്യത്തിൽ പാർട്ടിക്കൊപ്പം നിൽക്കുന്നതിന് തനിക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ രാജേന്ദ്രൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശികുമാറിനെതിരെ വിമർശനം ഉന്നയിച്ചു. ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് മുൻ MLA കൂടിയായ രാജേന്ദ്രന്റെ പ്രതികരണം. ചില വ്യക്തികളെടുക്കുന്ന നിലപാടുകളും സമീപനങ്ങളും പാർട്ടിയെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചില വ്യക്തികളെടുക്കുന്ന സമീപനവും നിലപാടുകളും പാർട്ടിയെ ബാധിക്കും. അതിൽ ഇത് ഒന്നാണ്. പരിശോധിച്ചിട്ടില്ല, വേണ്ട തരത്തിൽ പരിശോധിച്ചിട്ടില്ല. പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല, പാർട്ടി പ്രവർത്തനത്തിന് പോകാറില്ല, ആഫീസിൽ കയറിയിട്ട് 2 കൊല്ലമായി. നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധങ്ങളില്ലല്ലോ. അപകട സാഹചര്യങ്ങളിൽ പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു മുൻ പാർട്ടിക്കാരൻ എന്നുള്ള മറ്റുള്ളവർ നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്തെങ്കിലും നമ്മൾ പാർട്ടിയെ ആ നിലയ്ക്ക് സംരക്ഷിക്കുന്നു പറയുന്നത്. സെക്രട്ടേറിയറ്റ് മെമ്പറാണ് KV ശശിയാണ്. അവരുടെയാണ് നിർദ്ദേശം. പുള്ളിക്കാണ് ബാധ്യത. പുള്ളിയാണ് അത് ചെയ്യേണ്ടത്, കണക്കാക്കേണ്ടത്. പ്രതികൂല സാഹചര്യത്തിൽ പാർട്ടിക്കൊപ്പം നിൽക്കുന്നതിന് തനിക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞ എസ് രാജേന്ദ്രൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. പാർട്ടി പരിശോധിക്കണം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശരിയാണോ, ഇവിടുത്തെ പാർട്ടി മനസ്സറിഞ്ഞാണോ പ്രവർത്തിക്കുന്നത് എന്ന് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. ഇനിയും നീണ്ടുപോകുന്നതനുസരിച്ച് അതിൻ്റെതായ വീഴ്ചകളുണ്ടാവും. പിന്നെ അല്ലാതെ പുറത്തിരിക്കുന്ന പാവങ്ങൾ സാധാരണക്കാരായ ആളുടെ പേരിലെ പാർട്ടി പറഞ്ഞാൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലല്ലോ. പാർട്ടി ഞാനാണ് എന്ന് പറയുന്നത് ആരാണ് വെച്ചാൽ ശശിയാണ്, KV ശശി. അപ്പൊ ശശി പറയുന്നത് കേൾക്കാത്തല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പൊ പിന്നെ പാർട്ടി ഇതൊക്കെ ചില കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജയെ തോൽപ്പിക്കാൻ എസ് രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന പരാതി ഉയരുകയും രാജേന്ദ്രനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ പൂർണ്ണമായി കെട്ടടങ്ങുന്നതിന് മുൻപെയാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.